തൃശൂർ ചാലക്കുടിയിൽ സ്കൂൾ വിദ്യാർത്ഥിയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചതായി പരാതി. VHSE ബോയ്സ് സ്കൂളിലെ +2 വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റത്. സഹപാഠികൾ മർദ്ദിക്കുകയും പുറത്തുനിന്ന് മറ്റൊരു വിദ്യാർത്ഥിയെ വിളിച്ചു വരുത്തി തലക്കടിക്കുകയുമായിരുന്നു. മർദ്ദിച്ചവർ പ്രായപൂർത്തിയാകാത്തതിനാൽ പോലീസ് ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. 28-ാം തീയതി വെള്ളിയാഴ്ച മോൻ സ്കൂളിലേക്ക് പോയി. VHSE +2 ബോയ്സിൽ പഠിക്കുകയാണ്. അവൻ സ്കൂളിൽ വെച്ച് 10ാം ക്ലാസ്സിലെ കുട്ടികളെ എന്തോ തല്ലുണ്ടാക്കുമെന്ന് കേട്ടു. അത് ക്ലാസ്സിൽ വന്ന് പറഞ്ഞു തല്ലുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് അവനെ വിരട്ടി. അവൻ ഇല്ല, ഞാൻ കേട്ടത് പറഞ്ഞു, സോറി എന്ന് പറഞ്ഞു. ലഞ്ച് ഇൻ്റർവെല്ലിന് ഒരു 1:25 അവർ അടുത്ത് വിളിച്ച് ചെവിടത്ത് അടിച്ചു. അവൻ ടീച്ചറോട് പറഞ്ഞില്ല, ക്ലാസ്സിലിരുന്ന് കൂട്ടുകാരോട് ഷെയർ ചെയ്ത് കരഞ്ഞു. ടീച്ചർമാർ ഈ സംഭവം അറിഞ്ഞിട്ടില്ല, ഈ അടി കൊണ്ടത്. അത് കഴിഞ്ഞ് സ്കൂൾ വിട്ട് വരുന്ന വഴി ഇതിൻ്റെ തുടർച്ചയായി കൂട്ടുകാരോടൊപ്പം വരുമ്പോൾ എന്തിനാണ് നീ അടിച്ചതെന്ന് ചോദിച്ചു പോയപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളി ആയപ്പോൾ ആയിരിക്കാം ആ ഒരു കുട്ടി, ആൽബർട്ട് എന്നാണ് പേര് എന്ന് പറയണു, ഈ സ്കൂളിൽ പഠിക്കണതല്ല. ഇന്ന് വരെ ഇവർ തമ്മിൽ കണ്ടിട്ടുമില്ല. ആ കുട്ടി അരേന്ന് ഒരു ചുറ്റിക എടുത്ത് ഇവൻ്റെ തലയിലടിച്ചു. അവൻ ചോര ഛർദ്ദിച്ചിട്ട് അങ്ങനെ വീണു. അവർ ഓടിപ്പോയി. വിവരങ്ങൾ നൽകാൻ മനോജ് ഉണ്ട്. മനോജ്, ഈ സ്കൂൾ കുട്ടികളാണ്, പക്ഷേ കുഞ്ഞുകളെയല്ല ഈ ചെയ്ത കാര്യം എന്നുള്ളതാണ്. കുട്ടിയുടെ അമ്മ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു, അവരുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടപ്പോൾ തന്നെ. ഈ കുട്ടി ആശുപത്രിയിലാണല്ലോ, അവൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു? തീർച്ചയായും ലക്ഷ്മി, 28-ാം തീയതിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ പരിക്കേറ്റ കുട്ടി ഇപ്പോഴും ചികിത്സയിൽ തന്നെയാണ്. ഇനിയൊരു ശസ്ത്രക്രിയ കൂടെ ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ 1.5 മാസത്തോളം വിശ്രമം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സംഭവത്തോടനുബന്ധിച്ച് അധ്യാപകരും അതോടൊപ്പം തന്നെ സ്കൂൾ അധികൃതരും ഒക്കെ ഈ സംഭവം അറിഞ്ഞ് വന്നിരുന്നു. എന്നാൽ പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കൃത്യമായൊരു നടപടിയിലേക്ക് കടക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. കാരണം ഈ മർദ്ദിച്ച ആൾക്കും ഈ 18 വയസ്സ് തികയാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഒരു നടപടിയിലേക്ക് കടക്കാൻ പറ്റാത്തത്. എന്തായാലും ഈ വിദ്യാർത്ഥിയുടെ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ പറയുന്നത് അനുസരിച്ച് കുട്ടിക്ക് വലിയ തരത്തിലുള്ള പരിക്കാണ്. എന്നാൽ ഇത്തരത്തിൽ ഈ പ്രായപരിധി ഈ ഒരു നിയമവശങ്ങൾക്ക് തടസ്സമാകുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും ഇത്തരത്തിൽ കുട്ടികൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമെന്നുള്ള കാര്യമാണ്, ആ ഒരു ആശങ്ക തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഇതിൽ തന്നെ 28-ാം തീയതി സ്കൂളിനുള്ളിൽ വെച്ച് ഒരു തർക്കമുണ്ടായിരുന്നു. അതായത് മറ്റൊരു വിദ്യാർത്ഥിയെ മർദ്ദിക്കുമെന്നുള്ള വിവരം ഈ കുട്ടി ആരോടോ പറഞ്ഞു എന്ന് ആരോപിച്ചായിരുന്നു ആദ്യം സ്കൂളിനുള്ളിൽ വെച്ച് ചെറിയ രീതിയിലൊരു മർദ്ദനം ഉണ്ടാകുന്നത്. പിന്നീട് ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ പുറത്തു നിന്നുള്ള ആൽബർട്ട് എന്ന് പറയുന്ന മറ്റൊരാളെ വിളിച്ചു കൊണ്ടുവരികയും ആ ആൽബർട്ടാണ് ഈ മുഹമ്മദിന്റെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിക്കുന്നത്. ഈ ആൽബർട്ടിന്റെ നേരത്തെയും ഇത്തരത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത് സംബന്ധിച്ച് കൃത്യമായൊരു നടപടി ഉണ്ടാകണമെന്നാണ് ഈ മാതാപിതാക്കളുടെ ആവശ്യം. കാരണം ഇത്തരത്തിലൊരു സംഭവം ഇനി മറ്റൊരിടത്തും ഉണ്ടായിക്കൂടാ. ഈ 18 വയസ്സ് എന്നുള്ള കാര്യം അതുവരെ എന്തുമാകാം എന്നുള്ള ഒരു തോന്നൽ ഈ കുട്ടികൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യമാണ് ഈ മാതാപിതാക്കൾ പങ്കുവയ്ക്കുന്നത്. മനോജാണ് വിവരങ്ങൾ നൽകിയത്.